ആവിൽ തന്നെ ഇത് തുറന്നു വെച്ചിട്ട് ആരും ഇല്ലല്ലോ. നമ്മളെ ക്ലിനിക്കിൽ അങ്ങേപ്പുറത്തെ ക്ലിനിക്കെല്ലാം നിറച്ചു ആളാണല്ലോ. ഇവിടെ ഒരാളെ കാണുന്നില്ലല്ലോ. ഇതെന്തൊരു ആശുപത്രി. ആ സിസ്റ്റർ വന്നിട്ടുണ്ടെ കുറച്ച് അവരോട് എന്തെങ്കിലും ആ സിസ്റ്ററോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അതിൽ ആരുമില്ല ഒട്ടാകാ പറയുമ്പോഴൊക്കെ തന്നെ വന്നായി. ഡോക്ടറെ എന്താ ഇത് മോന് സ്കൂളിൽ നിന്ന് വന്നതേനു. ഇതാ ഞാനും ഇവന്റെ കരച്ചിൽ കേട്ടി വീട്ടിലേക്ക് ചെന്നതാ. ഓടിച്ചെന്ന് നോക്കുമ്പോ സംഗതി ഇങ്ങനെ ആയിപ്പോയി. 2 കൈ കുടുങ്ങിപ്പോയി. നിങ്ങൾ ആരായത്? എന്റെ മോനാ. നിങ്ങളെ മോനാ? ഒന്നാളൂ? ഒറ്റ ഒന്നുള്ളൂ. അതായത് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒറ്റ മോനുള്ളവർക്ക് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കൽ. ഇത് നിങ്ങളെ മോനാണ്. ഇന്നലെ എപ്പോ ഇത് സംഭവിച്ചേ? ഇതിപ്പോ വൈകുന്നേരമാണ്. ഞാൻ വൈകുന്നേരം സംഭവിച്ചു. വൈകുന്നേരങ്ങളിലാണ് ഇത് കൂടുതലായി സംഭവിക്കാറ്. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല അല്ലേ? ഇത് കരലടാ. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് 2 കൈക്ക് കുടുങ്ങിയില്ലേ? 2 കൈ കുടുങ്ങി. ഇതിന് ഞങ്ങളൊരു പ്രത്യേക തരത്തിലുള്ള ഒരു രോഗമാണിത്. മുരുടോമോനിയ, അതായത് എന്ന് പറഞ്ഞാൽ ഇത് രോഗത്തിന് പറയാ മുരുടോമോനിയ, മൊന്തോമോനിയ എന്നൊക്കെ പറയാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകമായ ചില ഡോക്ടർമാർക്ക് മാത്രമേ കഴിയുള്ളൂ. അതായത് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചൊരു ഡോക്ടറാണ് ഞാൻ. അപ്പൊ ഈ പ്രത്യേക തരം പൊസിഷനിൽ മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ചില പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിച്ചാൽ പോരില്ല. ഞാൻ നോക്കാം, ഇത് പല ഡോക്ടർമാരും നിങ്ങൾ വേറെ കൊണ്ടുപോയിട്ടില്ല അല്ലേ? അറ്റുമായിട്ട് ഇവിടെ തന്നെ കൊണ്ടുവരില്ല. അത് നന്നായി, അല്ലെങ്കിൽ കുടുങ്ങി പോവായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊരു സ്പെഷ്യലിസ്റ്റാണ്. പക്ഷെ ഇത് ഈ പൊസിഷൻ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് പോരൂല. ദാറ്റ് ഈസ് പൊസിഷൻ. ആ പൊസിഷനിൽ വലിച്ചാൽ ഇത് പോരൂല. ഇത് പ്രത്യേക പൊസിഷൻ ഉണ്ട്. ഈ പൊസിഷൻ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഈ പൊസിഷൻ ഇങ്ങോട്ട് പോരൂല. ഇത് സാധാരണ കാര്യം രക്ഷാകർത്താക്കളൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനാകില്ല. ഇതൊരു പ്രത്യേക തരം രോഗമാണ്. ഇത് കുട്ടികളിൽ സംഭവിക്കുന്നതാണ്. ദാറ്റ് ഈസ് പൊസിഷൻ. ഇത് ഞാൻ മറ്റൊരു പൊസിഷനിലേക്കാണ് ഇത് വലിക്കാൻ നോക്കുന്നത്. ഈ പൊസിഷൻ എന്തായാലും വലിച്ചാൽ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കാം. ഓക്കെ, ദാറ്റ് ഈസ് പൊസിഷൻ. ഇത് പറ്റില്ല. അപ്പൊ ദാറ്റ് ഈസ് പൊസിഷൻ. പല പൊസിഷനിൽ ഞാൻ നോക്കി, ഇനി പൊസിഷനിൽ വരില്ല. അപ്പോൾ ഇത് പ്രത്യേകതരം ഒരു ഓപ്പറേഷനാണ്. ഇത് കണ്ടു നിൽക്കാൻ രക്ഷാകർത്താക്കൾക്ക് കഴിയില്ല. ഈ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രക്ഷാകർത്താക്കളും ഇത്തരം രോഗങ്ങൾ കണ്ടിട്ട് അറ്റേക്ക് വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ചൗട്ട് ഓപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയും. അതുകൊണ്ട് രക്ഷാകർത്താക്കൾ ഇത് ചെയ്യുമ്പോൾ കണ്ണടച്ചിരിക്കണം. രക്ഷാകർത്താവ് ഒന്ന് കണ്ണടക്കണം. രക്ഷാകർത്താവ് കണ്ണടക്കണം. That is South Office of India in the political health cards. It is first. ഇതാണ് ഇത് പ്രത്യേകതരമായ ഇത് ഞാനാണ് ഇതിന്റെ ഒരു വിദഗ്ധ ചികിത്സ. ഇത് ചൗട്ട് ഓപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയും. ഇന്ത്യ കയ്യിലല്ല, അങ്ങോട്ട് മാറിക്കടാ. ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകം കേരളത്തിൽ ഇന്ന് വ്യാപകമായ തോതിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഈ കാരണം ഇത് വളരെ അപൂർവമാണ് ഇത് സംഭവിക്കുമെങ്കിലും പക്ഷെ കൂടുതൽ പേർക്ക് ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വിശന്ന് ഇന്ന് വീട്ടിലേക്ക് വരുമ്പോൾ രക്ഷാകർത്താക്കളില്ല, അച്ഛനും അമ്മയില്ല. അച്ഛനെ നോക്കുന്നു, അച്ഛനെ കാണുന്നില്ല. അമ്മയെ നോക്കുന്നു, അമ്മയെ കാണുന്നില്ല. കുട്ടി 4 പേരും വിശന്ന് ഓടുന്നു. കുട്ടി എല്ലാ പാത്രത്തിലും നോക്കുന്നു, ഒരു പാത്രത്തിലും. അപ്പോൾ കുട്ടി എന്ത് പണിയെടുക്കുന്നു? ഒരു പാത്രത്തിലേക്ക് കൈയിടുന്നു. കുട്ടി ഇങ്ങനെ കൈയിടുന്നു. കുട്ടിക്ക് ഒരു ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. കുട്ടിക്ക് വീണ്ടും വിശക്കുന്നു. കുട്ടി ഇങ്ങനെ ഓടുന്നു. വീണ്ടും ഇങ്ങനെ ഓടുന്നു. അപ്പോൾ കുട്ടിക്ക് വീണ്ടും വിശക്കുമ്പോൾ കുട്ടി അടുത്ത പാത്രത്തിലേക്ക് കൈയെടുത്തു. അങ്ങനെ കുട്ടിക്ക് കുട്ടിക്ക് പൊസിഷൻ അറിയില്ല. ഇത് എടുക്കേണ്ട പൊസിഷൻ അറിയില്ല. ഈ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, ഈ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കുട്ടിക്ക് പൊസിഷൻ അറിയില്ല. കുട്ടിക്ക് പൊസിഷൻ കുട്ടിക്ക് അറിഞ്ഞുകൂടാ, കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ കുട്ടി ഈ ശ്രമം നടത്തുന്നു. പോരൂല. ഞാൻ നോക്കിയതാ. കുട്ടിക്ക് പൊസിഷൻ മനസ്സിലാകുന്നില്ല. കുട്ടിക്കിതാ ഈ പൊസിഷൻ, കുട്ടിക്ക് പൊസിഷൻ അറിയില്ല. കുട്ടി അങ്ങനെ പല പൊസിഷനിലും നോക്കുന്നു. ഈ പൊസിഷൻ നോക്കുന്നു, പാത്രം പോരുന്നില്ല. ഒരു വിധത്തിൽ പൊസിഷൻ പല പൊസിഷനിൽ വലിച്ചിട്ടും കുട്ടിക്ക് ഇത് പോരുന്നില്ല. പല വിധത്തിൽ
അവസാനം കുട്ടി മാക്സിമം അവസാനം ശ്രമിക്കുന്നു, വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും ശ്രമിക്കുന്നു, അവസാനം that is പോഴ്ചൽ. ഈ പോഴ്ചൽ വലിച്ചാൽ ഇതിങ്ങോട്ട് പോരും. ഒന്നാ വരില്ല. ഒന്നിത് കാര്യം വീഴ്ത്താ ഡോക്ടർ. അച്ഛൻ മാറി ഞാൻ ഒതുക്കി കൊടുക്കാം. ഡോക്ടർ ഒന്ന് കണ്ണടിച്ചാ ഇതാണ് പുലിപിടുത്തക്കാരൻ ഗോപാലേട്ടന്റെ വീട്. ഇതാണ് വീട്. ആ, പുലിഗോപാലേട്ടൻ. പുലിഗോപാലട്ടല്ലേ? പക്ഷെ ഇപ്പം ഈ പ്രാവശ്യം പുലി ഇയാൾക്ക് പണി കൊടുത്തു. പുലി ഇയാളെ പിടിച്ചു. ഇയാളെ ആക്രമിച്ചു. അത് ശരി. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? ആ, വിളിച്ചു നോക്കാം. ഗോപാലേട്ടാ. ഗോപാലേട്ടാ, എന്താണ് മക്കളെ? നമസ്കാരം. ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. ആ ശരി. ഞാനും മാധ്യമ പ്രവർത്തകൻ. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അപ്പം വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് ഇല്ലേ? എന്താണ് മക്കളെ വിശേഷം? നിങ്ങളല്ലേ പുലി? അല്ല, ഞാനല്ല, എന്റെ അച്ഛനാ പുലി. അല്ല, നിങ്ങളെയാണല്ലോ പുലി ആക്രമിച്ചത് എന്നാണ് ചോദിച്ചത്. ഓനെ ഇങ്ങോട്ട് അടുപ്പിക്കട്ടെ, എനക്ക് ഓനെ പിടിച്ചിട്ടില്ല. നിങ്ങളെ പുലി ആക്രമിക്കാനുണ്ടായ കാരണവും വസ്തുതകളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. കാരണം എന്ത്? അപ്പം നിങ്ങളെ ശരിക്കും പുലി ആക്രമിക്കാൻ എന്താണ് സംഭവിച്ചത്? എന്നെ പുലി എല്ലാവരും അല്ല, ആ സംഭവം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. ചുരുക്കി പറയാമോ? ചുരുക്കി പറഞ്ഞേ. അതായിരുന്നു പറഞ്ഞു മോനെ, ഞാൻ ഈ പ്രഭാത കൃത്യത്തിന് പോകും. വൈകുന്നേരം ഒരു 6:30, 7:30, 8:30 എല്ലാം കൂടി ഒരു 12 മണി അങ്ങനെ ആയി. പ്രഭാത കൃത്യം. ഞാൻ അങ്ങനെയാണോ? ഞാൻ വൈകുന്നേരമാണോ പോക്ക്? നീ മുണ്ടറേ. ഞാനിങ്ങനെ തെങ്ങും പിടിച്ചിങ്ങനെ ലാൻഡ് ചെയ്യാ. ഇതെന്താ പ്ലെയിനോ? ഞാൻ അങ്ങനെയാണ്. അങ്ങനെ തെങ്ങും പിടിച്ചിങ്ങനെ ലാൻഡ് ചെയ്യുമ്പോ പെട്ടെന്ന് തടിച്ച് കൊഴുത്ത് ഉരുണ്ടിങ്ങനെ പുലിയല്ല മോനെ, അതല്ല മോനെ, നമ്മളെ ആന. അരിക്കൊമ്പൻ ആന. അതിങ്ങനെ വരുവല്ല മോനെ, ഇങ്ങനെ ചെവിയെല്ലാം ഇങ്ങനെ ആട്ടിട്ട് ഇങ്ങനെ വരുവാ. അതിങ്ങനെ റേഷൻ പീടിയെ പോയിട്ട് വരുവല്ലോ മോനെ. പിന്നെ അരിക്കൊമ്പൻ അരിക്ക് റേഷൻ പീടിയല്ലാണ്ട് പിന്നെ സ്വർണ്ണ പീടിയല്ല പോവാ. ഇനി ചിലക്കറേ. അങ്ങനെ ഞാനിങ്ങനെ വീണ്ടും ഇങ്ങനെ കുറ്റിയും പിടിച്ചിങ്ങനെ തെങ്ങിൻ്റെ കുറ്റിയും പിടിച്ചിങ്ങനെ നിൽക്കുമ്പോ മോനെ പെട്ടെന്ന് കാട്ടുകുറ്റിന്നൊരൊച്ച. പുലിയല്ലടോ, എന്റെ ഓള് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്നതാ. സെക്കൻഡ് ഷോ കഴിഞ്ഞ് കാട്ടുകുറ്റി കൂടി രജനീകാന്തിന്റെ ജയിലറെ കണ്ട് വരുന്ന ഓള് ഒറ്റക്ക്. ഞാനും വേണ്ടോക്ക്. ഓക്ക് കംപ്ലീറ്റ് നാട്ടുകാരില്ലേ. അങ്ങനെ ഓളിങ്ങനെ വരുമ്പോ മോനെ ഞാൻ അങ്ങനെ ഓളങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ തെങ്ങും പിടിച്ചിങ്ങനെ ലാൻഡ് ചെയ്യാ. പെട്ടെന്ന് മോനെ ബേക്കിൽ എന്റെ തലയിലൊരു ചൊറിയും പോലെ. അല്ലടാ മോനെ, അതല്ലടാ സാക്ഷാൽ പുലി. പിന്നെ എന്റെ കണ്ണ് കടിച്ച് പറിച്ചെടുത്ത് പുലി എൻ്റെ കണ്ണ് പുലിൻ്റെ വായിൽ വെച്ചിട്ട് പുലി എന്നെ നോക്കി ചിരിക്കുമല്ല മോനെ. പിന്നെ എനിക്ക് ഓർമ്മ വന്ന് മുകളിൽ നിന്ന് നേഴ്സുമാരും താഴേന്ന് വേനും കറങ്ങുന്നടാ. അങ്ങനെ എന്നെ പുലി പിടിച്ച മോനെ. ഒരുപാട് പുലിയുടെ ഞാൻ പിടിച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. അല്ല, നിങ്ങൾ പുലി പിടിക്കാൻ നിങ്ങൾക്ക് പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു? പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു. പുലിക്ക് ഞാൻ കുറെ 5-6 മാസം മുമ്പേ പുലിന്റെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിക്കാനും കുറിക്കല്യാണത്തിന്റെ ചിലക്കല്ലടായി. പൂർവ്വവൈരാഗ്യം. അതായത് പുലിയുടെ സ്വഭാവം ഒന്ന് പറയാമോ? പുലി നിങ്ങളെ നല്ല സ്വഭാവം. കണ്ടപാട് എന്നോട് ചോദിച്ചു, കുമാരട്ടങ്ങൾ ചായ കുടിച്ചുക്കാ, ഗോപാലട്ടങ്ങൾ ചായ കുടിച്ചുക്കാ. ചായ കുടിച്ചിക്കില്ല, ഉല്ലാസ് ചായ കുടിച്ച ഗോപാലട്ടങ്ങൾ. അങ്ങനെ ഞാൻ ഒറ്റ എന്നെ കൂട്ടി ചായക്ക് പോകാൻ തയ്യാറായതാ പുലി. ചേലക്കല്ലടായിരുന്നു. നിങ്ങൾക്ക് ശരിക്കും ആക്രമിക്കുന്ന സമയത്ത് ഉണ്ടായ വികാരം എന്താണ്? ഞാനിങ്ങനെ കുഞ്ഞെ പോലത്തെ പോത്താ ഞാൻ പുലിനിങ്ങനെ കാണുമ്പോ എനിക്കിങ്ങനെ വികാരം ഉണ്ടാകുന്ന. ഞാനെന്താടാ ഇങ്ങ കണ്ട മൃഗങ്ങളെല്ലാം കണ്ടാകുമ്പോ വികാരം ഉണ്ടാകുവേ. അനങ്ങല്ലടാ. അല്ല, ഈ ശരിക്കും പുലിയുടെ വായിലെ പല്ല് എത്രയാണെന്ന് കണക്കാക്കിയിട്ടാണ് പ്രായം കണക്കാക്കുന്നത്. അതെ, പുലിന്റെ വയസ്സ് കണക്കാക്കുന്നു. ആ പുലിക്ക് എത്ര വയസ്സുണ്ടാവും, അല്ല എത്ര പല്ലുണ്ടാവും? എന്നെ ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നുമ്പോ ഞാൻ പുലിന്റെ വായിലെ പല്ലിങ്ങനെ ഉണ്ടാവും. 1, 2, 3, 4, 5, 6 ഇങ്ങനെ. 1-ാം ക്ലാസ്സിൽ ചെക്കല്ല ഞാൻ. ചേലക്കല്ലടാ പുലിന്റെ സ്വഭാവം കണക്കാക്കുന്നത്. അവസാനത്തെ ചോദ്യം, അതായത് നിങ്ങളെ ആക്രമിച്ച പുലിയുടെ പിൻഭാഗം ഏകദേശം എത്ര വണ്ണം ഉണ്ടാവും? പുലി എന്താണ് ഉദ്ഘാടനത്തിന് പോകുന്ന സെലിബ്രേറ്റ് ചെയ്യാ. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ പുലിന്റെ ബാഗ് അല്ല, അതൊക്കെ പോട്ടെ. നിങ്ങൾ രണ്ടാളും ഇതിൻ്റെ അകത്ത് വരുന്നതിന് മുമ്പ് 2 ടൈലർ ആയിരുന്നു. അല്ല, നിങ്ങൾ 2 ഇവിടെ പുലിക്ക് ടൈസർ അടിക്കാൻ വന്നാ തോന്നല്ലോ. അങ്ങനെയാണോ മക്കളെ? ഇതൊന്നും അല്ല കഥ.
ഇതെല്ലാം ഞാനിപ്പം പറഞ്ഞ എൻ്റെ കഥന കഥ. ഇതിലും വലിയൊരു കഥന കഥ പറയും. എന്നെ രക്ഷിച്ച് എന്നെ ഞാനാക്കി ഞാനിന്ന് ജീവനോടെ നിൽക്കുന്നത് എന്നെ രക്ഷിച്ച മലയാള സിനിമയിലെ സൂപ്പർ താരം മോഹൻലാലാണ്. മോഹൻലാലാണ് എന്നെ രക്ഷിച്ചത്. മോഹൻലാലും മമ്മൂട്ടിയെല്ലാം ഒരുപാട് ആളെ രക്ഷിച്ചിട്ട് എന്നെ രക്ഷിച്ചത് ഞാനിന്ന് ജീവിക്കുന്നത് മോഹൻലാലാണ്. അതാ മോനെ, അതൊരു വലിയ കഥയാ. ഞാൻ ആസ്പത്രിയിൽ നിന്നെല്ലാം വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ ആവേശം കൂട്ടി ഞാനങ്ങനെ പുലീൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഓടി പിടിച്ച് അവസാനം ഒരു പുലീനെ കണ്ട് നാട്ടുകാർ ഇങ്ങനെ ആവേശം കൊള്ളിച്ച് എന്നാ ഗോപാല ഇനി ഒരു പുലിനെ പിടിക്കണമെന്ന്. അങ്ങനെ ഞാൻ ചെന്നോക്കും ഒരു പുലി എൻ്റെ പിന്നാലെ മരണ ഓട്ടല്ലടോ. ഓടി കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള റോട്ടുമ്പോ കൂടി ഓടി 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 മരണ ഓട്ടോ. അവസാനം പുലി ഒരുത്തൽ നിന്നിട്ടൊരു ഒറ്റ നൃത്തം. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുലിനെ കാണുന്നില്ലടോ. പുലി പിന്നെ ഒരു ഫ്ലാക്സും കണ്ടിട്ട് ഒരു ഒറ്റ തിരിഞ്ഞോട്ടാ. ആ നമ്മളെ മോഹൻലാലിന്റെ പുലിമുരുകന്റെ ഫ്ലക്സടോ. അതും കണ്ട് പുലി ഒരൊറ്റ ഓട്ടാ. ആ തിരിഞ്ഞോടി. നിങ്ങൾ തിരിച്ചോടി. ഞാൻ ഓടിക്കില്ല, ഞാൻ അങ്ങോട്ടോടി. ഞാൻ ഇങ്ങോട്ട് ഓടി. രക്ഷപ്പെട്ടു. അതുകൊണ്ട് മോഹൻലാലിനെ എനിക്ക് മറക്കുവാനാവൂല മക്കളെ. അപ്പൊ മോഹൻലാലാണ് നിങ്ങളെ രക്ഷിച്ചത്. എന്റെ ദൈവം മോഹൻലാലാണ്.